ആദ്യത്തെ 6 അധ്യായങ്ങളാണ് നാം ഈ ദിവസങ്ങൾ കൊണ്ട് നോക്കിയത്. കൊരിന്ത്യർ ലേഖനത്തിന്റെ അത് വിഭജിക്കുമ്പോൾ ആദ്യത്തെ 6 അധ്യായങ്ങൾ ഒരു പ്രത്യേകമായിരിക്കുന്ന നിലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 7 തൊട്ടുള്ള അധ്യായങ്ങൾ വേറൊരു നിലയിലുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് പലപ്പോഴും നമ്മൾ ചിന്തിച്ച വിഷയമാണ്. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ കൊരിന്ത്യയിലുള്ള വിശ്വാസികളെ കുറിച്ച് പൗലോസിന് ലഭിച്ച അറിവനുസരിച്ച് അവരെ കുറിച്ച് കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ പൗലോസ് അവരെ ഉപദേശിക്കുകയും അവരെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ 6 അധ്യായങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. 7-ാം അധ്യായം മുതലുള്ള അധ്യായങ്ങളിൽ കൊരിന്ത്യ വിശ്വാസികൾ അവിടുന്ന് എഴുതി ചോദിച്ച ചില വിഷയങ്ങൾ, അതിൻ്റെ മേലുള്ള അതിൻ്റെ പരിഹാരവും അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവും ഒക്കെയാണ് പൗലോസ് നൽകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 7-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒരു പക്ഷെങ്കിൽ 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ, അതായത് അവസാന അധ്യായത്തിൽ, അവിടെ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: സ്തെഫനാസും പൊർത്തുനാത്തോസും അക്കായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി, നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു എന്നൊരു വാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എഫെസോസിൽ നിന്നാണ് ഈ ലേഖനം എഴുതുന്നത്. ഒരു പക്ഷെങ്കിൽ എഫെസോസിലേക്ക് ഈ വിശ്വാസികൾ, സ്തെഫനാസ് എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം നാം വായിക്കുമ്പോൾ ആദ്യമായിട്ട് കൊരിന്തില് രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വിശ്വാസിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശ്വാസികളുടെ പൗലോസിനെ സംബന്ധിച്ചപ്പോൾ എഴുതി ചോദിച്ചതായിരിക്കുന്ന അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളുമായിട്ടായിരിക്കണം അവരെ അയച്ചത് എന്ന് ന്യായമായിട്ടും നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ എഴുതി കൊടുത്തയച്ച വിഷയങ്ങളെ കുറിച്ച് ഉള്ളതായിരിക്കുന്ന ഉത്തരങ്ങളാണ് 7 മുതലുള്ള അധ്യായങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യത്തെ 6 അധ്യായങ്ങളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ പഠനം, ആദ്യത്തെ 6 അധ്യായത്തിന്റെ പഠനം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ പൂർത്തീകരിക്കുമ്പോൾ ചുരുക്കമായിട്ട് ആ 6 അധ്യായം കൂടെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒന്ന് കടന്നു പോയതിനു ശേഷം നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് വരാം. നാം പഠിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയുള്ളിടത്തോളം അത് കേവലം പറഞ്ഞ് അല്ലെങ്കിൽ കേട്ട് അങ്ങ് പോകാനായിട്ട് ഇടവരാതെ കുറച്ചു നാളെങ്കിലും ആ ഭാഗങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കണം. വല്ലപ്പോഴെങ്കിലും ആ ഭാഗങ്ങൾ പിന്നെയും ഒന്ന് നാം വായിച്ചു നോക്കുകയാണെങ്കിൽ മാത്രമേ അത് കൂടുതൽ കാലം നമ്മുടെ മനസ്സിൽ നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 1-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും അവരെ പല കാര്യങ്ങളിൽ അവർക്ക് ലഭിച്ചതായിരിക്കുന്ന നന്മയും അനുഗ്രഹങ്ങളും ഒക്കെ പൗലോസ് അവരെ ഓർപ്പിക്കുന്നുണ്ട്. അവിടെ അതിന്റെ 4-ാമത്തെ വാക്യത്തില് നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം അവർക്ക് ലഭിച്ചതായിരിക്കുന്ന ദൈവകൃപ, അതുപോലെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സകലത്തിലും വിശേഷാൽ സകലവചനത്തിലും സകല പരിജ്ഞാനത്തിലുമുള്ള അവരുടെ സമ്പന്നത, 7-ാം വാക്യത്തില് കൃപാവരത്തിൽ ഉള്ളതായിരിക്കുന്ന യാതൊരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവർ ആണ് അവരെന്നുള്ള കാര്യം. ഈ വിഷയങ്ങൾ ഓർത്ത് പൗലോസ് അവരെ സ്തോത്രം ചെയ്യുന്നു. അവരെ ആ വിഷയങ്ങൾ പൗലോസ് ഓർക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതുകൊണ്ട് കഴിയുമ്പോൾ തന്നെ പ്രശ്നങ്ങളിലേക്ക് പൗലോസ് കടക്കുകയാണ്. പ്രശ്നങ്ങൾ എന്തായിരുന്നു? പ്രധാനമായിരിക്കുന്ന പ്രശ്നം വിഭാഗീയതയായിരുന്നു, ഡിവിഷൻസ്. അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് പൗലോസ് അവിടെ ഓർപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. 9-ാം വാക്യത്തിൽ തന്റെ പുത്രൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് നാം കാണുമ്പോൾ നിങ്ങളെ ആ കൂട്ടായ്മയിലേക്കാണ് ദൈവം വിളിച്ചതെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്, പലതരത്തിലുള്ളതായിരിക്കുന്ന പക്ഷക്കാരുണ്ട്. എന്നാൽ ഈ പക്ഷക്കാരൊന്നും, അല്ലെങ്കിൽ അവിടെ പക്ഷക്കാരെന്ന് പറയുന്നത് കേഫാവോ അപ്പൊല്ലോസോ പൗലോസോ ഇവരാരും തന്നെ ഏതെങ്കിലും തരത്തില് ശ്രേഷ്ഠന്മാരല്ല എന്നുള്ള നിലയിലാണ് പൗലോസ് 1 കൊരിന്ത്യർ 1-ാം അധ്യായം അവിടെ പറയുന്നത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
ദൈവജ്ഞാനത്തിന്റെ പ്രത്യേകത. പൗലോസ് കൊരിന്തിൽ വന്നപ്പോൾ ഒരൊറ്റ കാര്യം മാത്രം അറിയണമെന്ന് ആഗ്രഹിച്ചു. എന്തായിരുന്നു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് നിങ്ങളുടെ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. അത് ദൈവജ്ഞാനമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്നത് ദൈവജ്ഞാനമാണ്. 1-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം നാം വായിക്കുന്നുണ്ട്. യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അതാണ് 2-ാം അധ്യായത്തിലെ പ്രധാനമായിരിക്കുന്ന വിഷയം. ആ അധ്യായം അവസാനിക്കുമ്പോൾ തന്നെ 3 തരത്തിലുള്ളതായിരിക്കുന്ന ആളുകളെ കുറിച്ച് പൗലോസ് പറഞ്ഞു തുടങ്ങുന്നു. ഒന്ന് പ്രാകൃത മനുഷ്യൻ, 3:14 2:13 നാം ആത്മീയന്മാരെന്ന് കാണുന്നു. 2:14 പ്രാകൃത മനുഷ്യനെ കുറിച്ച് നാം കാണുന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ തുടക്കത്തില് ജഡീകന്മാർ, അവർ ക്രിസ്തുവിൽ ശിശുക്കളാണ് എന്ന് പറഞ്ഞിട്ട് ശിശുക്കളുടെ പ്രത്യേകതകളൊക്കെ അല്ലെങ്കിൽ കൊരിന്ത്യരിൽ ഉണ്ടായിരുന്ന ശിശുക്കൾ എന്ന് പറയത്തക്ക നിലയിൽ, നിങ്ങൾ ജഡീകന്മാർ എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് പൗലോസ് പറയുന്നു എന്നുള്ള കാര്യങ്ങളാണ് 3-ന്റെ ആദ്യ വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആ വാക്യങ്ങളിലൊക്കെ പൗലോസ് തന്നെ താഴ്ത്തുകയാണ്. പൗലോസിന്റെ പക്ഷക്കാർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഞാൻ ഏതുമില്ലാത്തവനാണ്, ദൈവമാണ് വളരുമാറാക്കിയത്, നട്ടവനും നനച്ചവനും ഏതുമില്ല. അതിന്റെ 6-ാം വാക്യത്തിൽ 3:6 ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകെ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ദൈവത്തിനാണ് പ്രാധാന്യം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങളിൽ പറയുന്ന ഈ വിഭാഗീയതയ്ക്ക് പൗലോസിന്റെ പക്ഷക്കാരന് അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന ഈ വിഭാഗീയതയ്ക്ക് യാതൊരുമായിരിക്കുന്ന പ്രാധാന്യവുമില്ല എന്ന് പൗലോസിനോട് പറയുകയാണ്. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കേവലം സാധാരണ മനുഷ്യരാണ്, ജഡീകന്മാരുടെ സ്വഭാവമാണത് എന്നാണ് അവിടെ പറയുന്നത്. 3-ാം അധ്യായത്തിന്റെ അതിന്റെ 15 മുതലുള്ള വാക്യം 10 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ഏത് നിലയിലുള്ളതായിരിക്കണം എന്നവിടെ പറയുന്നുണ്ട്. എങ്ങനെയുള്ള പ്രവൃത്തികളായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്? നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുന്നതായിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം 11-ാമത്തെ വാക്യത്തിൽ ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ആ ദിവസം വളരെ നാം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒന്നാണ് ആ ദിവസം എന്നുള്ളത്. നമ്മുടെ എല്ലാം മുൻപിൽ ആ ദിവസമുണ്ട്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ 2 കൊരിന്ത്യർ നാം വായിക്കുന്നത്, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ്. ആ വിഷയം പറഞ്ഞാണ് അവിടെ 3-ാം അധ്യായം അവസാനിക്കുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പ്രധാനമായിട്ടും ആദ്യ വാക്യങ്ങളിൽ 3 തരത്തിലുള്ളതായിരിക്കുന്ന വിധികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്നെ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നു, 4:3 എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയിലേക്ക് കാര്യം, അത് മനുഷ്യർ കഴിക്കുന്ന വിധി, മനുഷ്യർ കഴിക്കുന്നതായിരിക്കുന്ന വിസ്താരം, അതിനെ തുടർന്നുള്ളതായിരിക്കുന്ന വിധി. 2, ഞാൻ എന്നെ തന്നെ വിധിക്കുന്നില്ല, സ്വയം വിധിക്കുക. അതിന്റെ കാരണം പൗലോസ് പറയുന്നുണ്ട്. എന്താ? എനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു, എന്നെ വിധിക്കുന്ന ഒരു കർത്താവുണ്ട്. മാത്രമല്ല 5-ാമത്തെ വാക്യം, കർത്താവ് വരുവോളം സമയത്തിന് മുമ്പ് ഒന്നും വിധിക്കരുത്, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ഈ വാക്യങ്ങളൊക്കെ വാസ്തവത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയുകയും വല്ലപ്പോഴും ഒക്കെ ഇതൊന്ന് അയവിറക്കാനായിട്ട് നാം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളാണ്. വരുവാനിരിക്കുന്ന നിത്യതയെക്കുറിച്ചും നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണെന്നുള്ള ചിന്തയും ഒക്കെ വരുമ്പോഴാണ്, നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും കർത്താവിന് വേണ്ടിയിട്ട്, കർത്താവിന് മഹത്വത്തിനായിട്ട് എത്രത്തോളം ജീവിക്കാനായിട്ട് സാധിക്കുമോ, കർത്താവിനെ എത്രത്തോളം പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ വരണമെങ്കിൽ ഈ ലോകത്തിലെ ചിന്തകൾ മാറ്റി വെച്ചിട്ട് ഇടയ്ക്കെങ്കിലും നാം പലപ്പോഴും ലോകത്തിൻ്റെതായിരിക്കുന്ന പല വ്യാപാരങ്ങളിൽ ഇടപെട്ട് നാം മുൻപോട്ട് പോകുന്നവരാണ്. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നാം ഇടപെടുമ്പോൾ നാം എപ്പോഴും തിരക്കുള്ളവരാണ്. എന്നാൽ അതിനിടയ്ക്ക് അല്പസമയങ്ങളും കർത്താവ് വരുമെന്നുള്ള ചിന്ത, ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ള ചിന്ത, കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കും. 3-ാം അധ്യായത്തിൽ നാം കാണുകയുണ്ടായി, ആ ദിവസത്തിൽ കർത്താവ് വരും, നാം എല്ലാവരും ന്യായാസനത്തിന് മുമ്പാകെ നാം വെളിപ്പെടുന്നു. അവർ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചന വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരെ ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. എനിക്ക് പുകഴ്ച ലഭിക്കണമെന്നുള്ള ചിന്ത. ദൈവം എന്നെ കാണുമ്പോൾ, ദൈവം ഞാൻ നിൽക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ ദൈവത്തിന് ഒരു വാക്കെങ്കിലും എന്നെ കുറിച്ച്, അങ്ങനെ നീ ചെയ്തത് നന്നായി, നീ സുവിശേഷം മത്തായിയുടെ നാം വായിക്കുന്ന പോലെ നല്ലവരും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ
വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നമുക്ക് എത്ര പേർക്ക് ഇത് കേൾക്കാനായിട്ട് സാധിക്കും? ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം നാം വളരെ സൂക്ഷ്മതയോട് ജീവിച്ചില്ല എങ്കിൽ ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കുവാൻ നമുക്ക് യാതൊരു സാധ്യതയുമില്ല. നാം വളരെ സൂക്ഷ്മതയോടുകൂടെ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കേണ്ടി വരുമെന്നുള്ള ചിന്ത നാം നമ്മുടെ ഹൃദയങ്ങളെ ധരിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്നുള്ള വാക്യങ്ങളിൽ 4-ാം അധ്യായം തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ പൗലോസിന്റെ ജീവിതാനുഭവങ്ങളാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. പൗലോസ് ക്രിസ്തുവിന് വേണ്ടിയിട്ട് എന്തായി തീർന്നു എന്നുള്ളത് 9-ാം വാക്യമൊക്കെ നാം വായിക്കുമ്പോൾ ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായിട്ട് തന്നിരിക്കുന്നു. വീണ്ടും അവിടെ വായിക്കുമ്പോൾ ദൈവ അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധി ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഘോഷന്മാർ, ഞങ്ങൾ മാനഹീനർ, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും എടുക്കാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേറെ ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. 13-ാമത്തെ വാക്യം, ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്ന് വരെ സകലത്തിന്റെയും അഴുക്കായി തീർന്നിരിക്കുന്നു. പൗലോസിനെ അല്പമെങ്കിലും ഒന്ന് മാതൃകയാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചിരുന്നുവെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. നാം ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ ദൈവം നമ്മെ ആ നിലയിൽ സഹായിക്കുമാറാകട്ടെ. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 2-ാമത്തെ വിഷയം, 1-ാമത്തെ അധ്യായം തുടങ്ങി 2 അധ്യായങ്ങളിലൊക്കെ നാം കാണുന്നത് അവരുടെ ഭിന്നതയെ കുറിച്ചാണ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ പാപം, വളരെ വലിയതായിരിക്കുന്ന പാപം, ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് കൊരിന്ത്യ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായി. നാം ഇത് അതിന്റെ ആ കാഠിന്യത്തിൽ നാം പറയുകയും ചിന്തിക്കുമ്പോൾ ഒക്കെ നാം ഓർക്കണം, ഇക്കാലങ്ങളിലും ഇതൊക്കെ സഭകളിലുണ്ട്. ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് കൊരിന്ത്യ വിശ്വാസികൾ ഉണ്ടായിരുന്നു. സഭ ഏത് നിലയിൽ പ്രതികരിക്കണം എന്നുള്ളത് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉൾപ്പില്ലാത്തവരായ 7-ാമത്തെ വാക്യം 6-7 വാക്യം, നിങ്ങളുടെ പ്രശംസ നന്നല്ല. അവർക്ക് അക്കാര്യത്തിൽ യാതൊരു ദുഃഖവും ഉണ്ടായിരുന്നില്ല, അവർ പ്രശംസിക്കുന്നവരായിരുന്നു. പൗലോസ് അവരെ വളരെ ശാസിക്കുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ പ്രശംസ നന്നല്ല. അസാര പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുമെന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായി, 7-ാമത്തെ വാക്യം, പുളിപ്പില്ലാത്തവരായി തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയണം. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു തന്നെ. 8-ാമത്തെ വാക്യം, ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യമായ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കുക. എന്ന് പ്രത്യേകം പറയുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം ഉത്സവം ആചരിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഉത്സവം ആചരിക്കാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ നാം വായിക്കുന്നത് തിന്മയില്ലാത്ത ജീവിതം, പാപമില്ലാത്ത ജീവിതം, പുളിപ്പില്ലാത്ത ജീവിതം. അത് നമ്മുടെ ജീവിതം നമുക്കുണ്ടാകുന്നുവെങ്കിൽ ജീവിതം ഉത്സവമായിട്ട് മാറും, സന്തോഷകരമായിട്ട്, ആസ്വാദികരമായിട്ട് മാറും. പലപ്പോഴും നാം മറിച്ചാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. പാപത്തെ പലപ്പോഴും വിശ്വാസികൾ സ്വീകരിക്കുന്നത് അതിനൊരു സന്തോഷം കണ്ടുകൊണ്ടാണ്. പക്ഷെങ്കിൽ അതിന്റെ ഫലം നാം നോക്കിയാൽ നേരെ തിരിച്ചാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പാപം ഒരിക്കലും ഒരു വിശ്വാസിക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്നതല്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പാപത്തില് അല്പമായിട്ട് അകപ്പെട്ടു പോകുമ്പോൾ പിന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ജീവിതത്തിൽ സന്തോഷമല്ല നൽകുന്നത്, ദുഃഖമാണ്, അല്ലെങ്കിൽ നിരാശയാണ് നൽകുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാമത്തെ ഒരു പ്രധാന വിഷയം അവിടെ കാണുന്നുണ്ട്. ഭിന്നത, ദുർനടപ്പ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദുർനടപ്പുണ്ട്, പിന്നെ വ്യവഹാരം. അവർക്ക് തമ്മിലുള്ള വ്യവഹാരം, വിശ്വാസികളുടെ ഇടയിൽ തന്നെ അവർ തമ്മിൽ തന്നെ പോരിന് ശ്രമിക്കുന്നവരായി, അന്യോന്യമുള്ളതായിരിക്കുന്ന വ്യവഹാരത്തില് ലോക മനുഷ്യരെ ആശ്രയിക്കുന്ന, ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതവുമായിട്ട്, വിശേഷിച്ച് ഇക്കാലങ്ങളിലുള്ള വിശ്വാസികളുടെ ജീവിതവുമായിട്ട് വളരെ തുലനം ചെയ്യുവാനായിട്ട് സാധിക്കുന്ന വിഷയങ്ങളാണ്. അത് തന്നെയാണ് 1 കൊരിന്ത്യരുടെ എന്നുള്ള ലേഖനത്തിന്റെ പ്രാധാന്യം, നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള ആ സ്വാധീനം എന്നുള്ളത് നമുക്ക് പ്രത്യേകാല് ഓർക്കുവാനായിട്ട് സാധിക്കും. 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അവസാനത്തെ വാക്യം കഴിഞ്ഞാണ്, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ശരീരം അത് ദുർനടപ്പിൽ ഉപയോഗിക്കുവാനായിട്ടുള്ളതല്ല. 19-ാമത്തെ വാക്യത്തില് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ തന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലേ. ഇതിന് ഏറ്റവും നല്ല മാതൃക നാം കണ്ടത് കർത്താവായ യേശു ക്രിസ്തുവാണ്. തന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ നമുക്ക് ആ കാര്യത്തില് നമുക്ക് ഏറ്റവും മാതൃകയായിട്ട് സ്വീകരിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ കർത്താവാണ്. ദൈവം അവനൊരു ശരീരം കൊടുത്ത്, പ്രാലയം നാം വായിക്കുന്നു, എനിക്കൊരു ശരീരം നൽകിയിരിക്കുന്നു,
ആ ശരീരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെയാണ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെയാണ് ആ പുത്രന് ഒരു ശരീരവും രക്തവും ഒക്കെ കൊടുത്തത്. ആ ശരീരം അതിന്റെ പൂർണ്ണമായ അളവില് പാപമില്ലാത്തതായിരിക്കുന്ന ശരീരം പാപികളായിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് തകർത്ത് കളഞ്ഞുകൊണ്ട് താൻ ദൈവത്തെ ബഹുമാനിക്കുന്നു, ദൈവത്തെ മാനിക്കുന്നു, ദൈവത്തെ ആദരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും നല്ല മാതൃകയായിട്ട് കാണാനായിട്ട് സാധിക്കും. 7-ാം അധ്യായം തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ, നമുക്കറിയാമല്ലോ, അവിടെ നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പറഞ്ഞതിൽ നോക്കിയാൽ 5-6 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന ദുർനടപ്പ് എന്നുള്ള വിഷയം അല്പമായിട്ട് ഈ അധ്യായത്തിലും പരാമർശിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ വിഷയത്തിലേക്ക് നാം വരുമ്പോൾ വളരെ ചുരുക്കമായിട്ട് ഈ അധ്യായത്തിലും അതിനോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിലെ പ്രധാനമായിരിക്കുന്ന വിഷയം, അല്ലെങ്കിൽ കൊരിന്ത്യ വിശ്വാസികൾ തന്നോട് ചോദിച്ചതായിരിക്കുന്ന ചോദ്യം വിവാഹത്തോടുള്ള ബന്ധത്തിലായിരുന്നു. വിവാഹത്തോടുള്ള ബന്ധത്തിൽ ആ അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ആ നിലയിൽ പൗലോസ് കൊടുക്കുന്നതായിരിക്കുന്ന ഉപദേശങ്ങള് ഈ അധ്യായത്തില്, കൊരിന്ത്യത്തിലെ ഏറ്റവും വലിയ അധ്യായങ്ങൾ ഒന്നാണ് ഈ അധ്യായം. ഇതിന് എത്ര വാക്യമുണ്ട്? 40 വാക്യമുണ്ട്. വേറൊരു അധ്യായം എനിക്ക് തോന്നുന്നു 15 അതിന് 58 വാക്യങ്ങളുണ്ട്. വാസ്തവത്തില് ഇതൊക്കെ നമ്മൾ ശരിയായ നിലയിൽ ചിന്തിക്കണമെങ്കിൽ വളരെ സമയമെടുക്കുന്ന വിഷയങ്ങളാണ്. നമുക്ക് വളരെ ചുരുക്കമായിട്ട് ഈ ഭാഗങ്ങൾ ചിന്തിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ അധ്യായത്തിൽ 40 വാക്യങ്ങളാണ് ഉള്ളത്. അതുപോലെ 14-ാം അധ്യായത്തിലും 40 വാക്യങ്ങളുണ്ട്. 15-ാം അധ്യായത്തിൽ 58 വാക്യങ്ങളുണ്ട്. ആ നിലയിലൊക്കെ അധ്യായങ്ങളൊക്കെ വളരെ വലിയ അധ്യായങ്ങളാണ്. ചില അധ്യായങ്ങളൊക്കെ അത്ര വലുതല്ലാത്ത അധ്യായങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 7-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് വിവാഹത്തെ സംബന്ധിച്ച് പൗലോസിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് പൗലോസിന്റെ മറുപടിയാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വിവാഹത്തോടുള്ള ബന്ധത്തിൽ പ്രായോഗികവും അല്ലെങ്കിൽ ദൈവികവുമായിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വായിക്കുമ്പോൾ ഒരല്പം ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അധ്യായമായിട്ട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞല്ലോ, ഈ ലേഖനമൊക്കെ ഞാനും ഒരു പഠന വിഷയമാകുന്നത് ഇപ്പോഴാണ്. വായിച്ചിട്ടുണ്ട് പലപ്പോഴും, പക്ഷെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചു വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടിയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവെ കാര്യങ്ങളൊക്കെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നാം പഠിക്കുമ്പോഴാണ് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുവാനായിട്ട് സാധിക്കുന്നത്. ഈ അധ്യായത്തിലെ പ്രധാന വിഷയം വിവാഹം എന്നുള്ളതാണ്. പല വിഷയങ്ങളും അതിനോട് ബന്ധപ്പെട്ട് പൗലോസ് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ വിവാഹം എന്നുള്ള വിഷയം, അതുപോലെ തന്നെ വിവാഹത്തിലുള്ളതായിരിക്കുന്ന ശാരീരിക ബന്ധങ്ങളുടെ ഊഷ്മളത, അതൊരു വിഷയമാണ് ഇതിനകത്ത്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് വിവാഹം കഴിക്കാതെ ഏകരായി ജീവിക്കുന്ന, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന അവരുടെ ജീവിതം, അവർക്ക് ജിതേന്ദ്രിയത്വം ഉണ്ടെങ്കിൽ, സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ ആ ജീവിതം കർത്താവിന് മഹത്വം കൊടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള നിലയിൽ ചില വാക്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. വേറൊരു വിഷയം പൗലോസ് പറയുന്നത്, ഈ കൊരിന്ത്യ വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ ഭർത്താവ് രക്ഷിക്കപ്പെട്ടുണ്ടാവും, ഭാര്യ രക്ഷിക്കപ്പെട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു സമൂഹമായിരുന്നല്ലോ അവരുടേത്. അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ഭവനത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് രക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ചില കുടുംബങ്ങളിലെങ്കിലും ഭർത്താവ് രക്ഷിക്കപ്പെട്ടുണ്ടായിരിക്കും, ഭാര്യ രക്ഷിക്കപ്പെട്ടുണ്ടാവില്ല. ചില കുടുംബങ്ങളിൽ ഭാര്യ രക്ഷിക്കപ്പെട്ടുണ്ടായിരിക്കും, ഭർത്താവ് രക്ഷിക്കപ്പെട്ടുണ്ടായിരിക്കില്ല. എന്നാൽ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വിവാഹത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഏത് നിലയിൽ മുൻപോട്ട് പോകണം? ചിലരൊക്കെ തീരുമാനിച്ചു രക്ഷിക്കപ്പെടാത്ത ഭാര്യയാണെന്നുകൊണ്ട് അവരെ അങ്ങ് ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? പൗലോസ് ആ കാര്യങ്ങൾ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഒരു ജീവിത പങ്കാളി വിശ്വാസി അല്ല എങ്കിൽ അവരോട് എങ്ങനെ ആണ് ഇടപെടേണ്ടത് ആ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് വേറൊരു വിഷയമുള്ളത്. ആ വിഷയങ്ങൾ നാം അതും കൂടെ വിശദമായിട്ട് പറഞ്ഞെങ്കിലേ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കന്യകമാരോടുള്ള ബന്ധത്തിൽ ആ വിഷയം പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറെ കൂടെ വിശദമായിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. ദൈവം സഹായിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെയാണ് ഇവിടെ പൗലോസ്
വിശേഷാൽ കൈകാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഏഴാം അധ്യായത്തിൽ നാം കാണുമ്പോൾ വിവാഹം എന്നുള്ളത് അതിന്റെ ഒന്നും രണ്ടും വാക്കുകൾ അതൊന്ന് വായിക്കാമോ? ഒന്നും രണ്ടും വാക്ക് 7:1. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യനും നല്ലത്, എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഈ അധ്യായം വായിച്ചു നോക്കിയാൽ ഈ അധ്യായം വായിച്ചിട്ട് ചിലരൊക്കെ പൗലോസിനെ കുറ്റപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൗലോസ് വിവാഹത്തിനെതിരാണ്, വിവാഹം കഴിക്കുന്നതിനോട് എതിരാണ് എന്ന് പറയുന്ന ചിലരെങ്കിലും ഉണ്ട്. പക്ഷേ നാം അധ്യായം ശരിയായ നിലയിൽ മനസ്സിലാക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത് ആ കാര്യങ്ങളുടെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഏത് തരത്തിലുള്ള തൊടലാണ് ഇതെന്നുള്ളത് നാം രണ്ട് ഭാഗത്ത് ഇതിനോട് സമാനമായിരിക്കുന്ന വാക്യം എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തില് അബ്രഹാമിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട സംഭവം ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തില് അതിന്റെ 6-ാം വാക്യത്തിലാണ് ഇതിനോട് സമാനമായിരിക്കുന്ന ഒരു പദം അല്ലെങ്കിൽ അതിനോട് സമാനമായിരിക്കുന്ന ഒരു ആശയം അവിടെ കാണാനായിട്ട് സാധിക്കും. 20-6 എന്ന് വായിക്കാം. ഉൽപ്പത്തി 20-6. ഉൽപ്പത്തി 20-6. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയ പരമാർത്ഥതയോട് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാവം ചെയ്യാതിരിക്കാൻ ഞാൻ നിന്നെ തടുത്തു. അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത്. ഇത് സംഭവം എന്താണ്? അബ്രഹാമാണ് യാത്ര പുറപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ 1-ാം വാക്യം നാം പറയും, ഗരാനിൽ പ്രദേശിയായിട്ട് പാർത്തു. ഗരാനിൽ വെച്ച് അബീമേലെക്ക് രാജാവ് ഈ അബ്രഹാമിന്റെ ഭാര്യയായിരിക്കുന്ന സാറയെ കുറിച്ച് കേട്ടു. സാറയെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ദൈവം അബീമേലെക്കിനോട് ഇടപെട്ടു. ആ വിഷയങ്ങളാണ് 5-6 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ അതുകൊണ്ടാകുന്നു അവിടെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത്. നാം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്താണ് ആ വാക്കിന്റെ അർത്ഥമെന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തില് 6-ന്റെ 27, 28, 29 വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 6-ന്റെ 27, 28, 29. തൊടുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. സദൃശവാക്യങ്ങൾ 6-ന്റെ 27, 28, 29. ഒരു മനുഷ്യന്റെ തന്റെ വസ്ത്രം വെന്തു പോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തനെ കാൽ കൊള്ളാതെ തീ കനലിൽ മേൽ നടക്കാമോ? കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ. അവളെ തൊടുന്ന ഒരുത്തനും ശിക്ഷ വരാതെ ഇരിക്കില്ല. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് പൗലോസ് ഇവിടെ പറഞ്ഞതിന്റെ ആശയം, എന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് നല്ലത് എന്ന് പറയുന്നതിന്റെ ആശയം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2-ാം വാക്യത്തില്, എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഈ ദൈവമാണ് വിവാഹം എന്നുള്ളതായിരിക്കുന്ന ആശയം സ്ഥാപിച്ചത് എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് ദൈവം ആദമിനെയും ഹവ്വയെയും തമ്മിൽ ഒന്നിപ്പിക്കുമ്പോൾ അവരോട് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യം 1:28. ഉൽപ്പത്തി പുസ്തകം 1:28. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകയും ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുകയും എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പോൾ വിവാഹം എന്നുള്ളതായിരിക്കുന്ന ആശയം ദൈവം കൊണ്ടുവന്നപ്പോൾ അതിലൂടെ ദൈവനാമം മഹത്വം എന്നുള്ളത് ഒരു പ്രധാന വിഷയമുണ്ട്. എങ്കിലും ദൈവത്തിന് അതിന് പിന്നിൽ വേറൊരു ഉദ്ദേശമുള്ളത് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, സന്താനപുഷ്ടിയുള്ളവരായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാകണം, മനുഷ്യൻ പെരുകണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം വിവാഹം എന്നുള്ളതായിരിക്കുന്ന ആശയം അവിടെ കൊണ്ടുവന്നതിന്റെ വേറൊരു ഉദ്ദേശം. എന്നാൽ അതിനോടൊപ്പം ഇവിടെ പൗലോസ് പറയുന്നതായിരിക്കുന്ന വേറൊരു ഉദ്ദേശമാണ്, എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്കും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, വിവാഹം എന്നുള്ളത് ഈ 5-6 അധ്യായങ്ങൾ നാം മനസ്സിലാക്കിയല്ലോ. 5-6 അധ്യായങ്ങളിലെ ഉണ്ടായിരുന്ന പ്രധാന പ്രശ്നത്തിൽ ഒന്ന് 6-ാം അധ്യായത്തിൽ വ്യവഹാരമുണ്ട്. എങ്കിലും 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ അത് മുഴുവനും ദുർനടപ്പാണ് വിഷയം.
അപ്പോൾ 5ഉം 6നും അതിൽ പകുതി ഭാഗം ഉപയോഗിച്ചിരിക്കുന്ന ദുർനടപ്പിനെ കുറിച്ച് പറയാം. ഈ ദുർനടപ്പ് ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന പോരായ്മകൾ, വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന കുറവുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പൗലോസ് പറയുന്നത്, എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. പൗലോസ് വിവാഹത്തിന് എതിരായിരുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട്, പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ തന്നെ. പക്ഷെങ്കിൽ വേദപുസ്തകം നാം മനസ്സിലാക്കുമ്പോൾ തീർച്ചും ഈ അധ്യായത്തിനെ നോക്കിയാൽ അങ്ങനെയുള്ള പല വാക്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ ഒരു വാക്യം കൊണ്ട് അത് നമുക്ക് ഒരു വിഷയം സ്ഥാപിക്കാനായിട്ട് സാധിക്കില്ല. 7-ാമത്തെ വാക്യം എന്ന് വായിക്കാമോ? 7:7. സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണം. സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എന്നെ പോലെ എന്ന് പറയുമ്പോൾ നാം ഓർക്കണം, ഈ വിഷയം എഴുതുമ്പോൾ പൗലോസിന് ഭാര്യയില്ല. ശരിയല്ലേ? നമുക്ക് മുന്നോട്ട് വായിക്കാം. അതിന്റെ 8-ാമത്തെ വാക്യം കൂടെ, 8-ാമത്തെ വാക്യം. വിവാഹം കഴിക്കാത്തവരോടും വിധവന്മാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർ എനിക്ക് കൊള്ളാം. അത് നമുക്ക് മനസ്സിലാക്കാം. പൗലോസ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസിന്റെ ഭാര്യ തന്റെ കൂടെ ഇല്ല, അല്ലെങ്കിൽ വിവാഹിതനാണോ വിവാഹിതനല്ലയോ എന്നുള്ള വിഷയം നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്തായിരുന്നാലും ഈ ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസിനോടൊപ്പം ഭാര്യയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് 8-ാം വാക്യത്തില്, വിവാഹം കഴിയാത്തവരോടും വിധവന്മാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ എന്ന് പറഞ്ഞാൽ പങ്കാളി ഇല്ലാതെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു. അതിന്റെ 26-ാമത്തെ വാക്യം. ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്നേ എന്ന് എനിക്ക് തോന്നുന്നു. 32-ാമത്തെ വാക്യം. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അവിടെ വിവാഹം എന്നുള്ളത് അതൊരു വലിയ കാര്യമായിട്ട് പൗലോസ് പറയുന്നില്ല. വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നമുക്ക് തോന്നും, അത്രയും വാക്യങ്ങൾ മാത്രം വായിച്ചത്. എന്നാൽ ഈ അധ്യായം മുഴുവനായിട്ട് വായിക്കുമ്പോഴാണ് നാം നമ്മുടെ ചിന്തകൾ തെറ്റാണ് എന്ന് നമുക്ക് തോന്നുന്നത്. പൗലോസ് വിവാഹം കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ കഴിച്ചിരുന്നു എന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ ഇതിനിടയ്ക്ക് നമ്മുടെ വിസാറിന്റെ പുസ്തകം ഞാൻ തപ്പി നോക്കി, ഇവിടെ കിട്ടിയില്ല. അതിനകത്ത് കുറെ കൂടെ വിശദമായിട്ട് ആ കാര്യങ്ങൾ കാണാം. എൻ്റെ വീട്ടിലെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ എനിക്കത് ലഭിച്ചില്ല. വീട്ടിലെവിടെ ഉണ്ട്. വിസാറൊക്കെ അത് വളരെ നന്നായിട്ട് ആ കാര്യം എഴുതിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. എന്തുകൊണ്ടാണ് പൗലോസ് വിവാഹം കഴിച്ചിരുന്നു എന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത്? അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, പൗലോസ് യഹൂദ സന്നിധിയും സംഘത്തിന്റെ സംഘം എന്ന് പറഞ്ഞാൽ അവരുടെ ന്യായാധിപ സംഘം 70 പേർ അടങ്ങുന്ന ന്യായാധിപ സംഘത്തിലെ ഒരംഗമായിരുന്നു. ആ അതെങ്ങനെ അറിയാം? അപ്പോസ്തലപ്രവൃത്തി സ്തെഫാനോസിന്റെ മരണത്തോടുള്ള ബന്ധത്തില് അപ്പോസ്തലപ്രവൃത്തിയിൽ നാം നോക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും, ന്യായാധിപ സംഘത്തിന് മുമ്പാകെ സ്തെഫാനോസ് നിൽക്കുകയാണ്. അതിന്റെ 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. സ്തെഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അതെ, സ്തെഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ സമ്മതമായിരുന്നു എന്ന് പറഞ്ഞാൽ ശൗലിന് അതിനകത്തൊരു സ്ഥാനം ഉണ്ടായിരുന്നു. ശൗൽ അതിനെ അപ്രൂവ് ചെയ്തു. അതുകൊണ്ടാണ് സ്തെഫാനോസിനെ കൊല്ലാനായിട്ട് സാധിച്ചത്, സ്തെഫാനോസിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ. ഇനി വേറൊരു വാക്യം, 26-ാം അധ്യായം. ഈ വാക്യങ്ങൾ നാം വായിക്കുന്നത് പൗലോസ് അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ 26:9-10. നസ്രയനായ യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണം എന്ന് ഞാനും വിചാരിച്ചു. സത്യം, അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. എന്റെ സമ്മതം വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഒരു അധികാരം ഉണ്ടെങ്കിൽ അതിന് സമ്മതം കൊടുക്കാനായിട്ട് സാധിക്കും. ഈ വാക്യങ്ങളിൽ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. ഈ പൗലോസ് ഈ സന്നിഹിതരിൻ സംഘത്തിലെ ഒരാളായിരുന്നു. ഇതിനൊക്കെ അപ്രൂവ് ചെയ്യാനായിട്ട് സന്നിഹിതരിൻ സംഘത്തിന്റെ ക്വാളിഫിക്കേഷനിൽ ഒന്ന് എന്ന് പറയുന്നത് അവർ വിവാഹിതനായിരിക്കണം എന്നുള്ളത്. വിവാഹിതനല്ലാത്ത ഒരാളിനെ സന്നിഹിതരിൻ സംഘത്തില് അംഗമാകുന്നില്ല.
വേറൊരു കാര്യം, സന്നിധി സംഘത്തിന്റെ പ്രധാന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിലുള്ള ജ്ഞാനമാണ്. പൗലോസിന്റെ സംബന്ധിച്ചോളം നമുക്കറിയാമല്ലോ, നാം കണ്ടിട്ടുള്ള വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്ന ചരിത്രം നോക്കിയാലും പൗലോസിനോളം ജ്ഞാനിയായിരിക്കുന്ന, ന്യായപ്രമാണത്തിൽ ജ്ഞാനിയായിരിക്കുന്ന, എവിടെയാ പൗലോസ് പഠിച്ചതൊക്കെ ഗമാലിയേലിന്റെ പാദത്തിൽ നിന്നുകൊണ്ട് 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിനുണ്ട്. ഞാൻ ഗമാലിയേലിന്റെ ആ വാക്യം ഒന്ന് വായിച്ചേക്കാം. 22-3 വാക്യം. 22-3. ഞാൻ കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്നു ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനാണ്. പറഞ്ഞാൽ ന്യായപ്രമാണത്തിലെ സകല കാര്യങ്ങളും കീറി മുറിച്ച് പഠിച്ചവനാണ് പൗലോസ്. അപ്പോൾ ഈ സന്നിധി സംഘത്തിന്റെ ക്വാളിഫിക്കേഷനിൽ പ്രധാനമായിരിക്കുന്ന എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പൗലോസ്. അക്കൂട്ടത്തില് പൗലോസ് തീർച്ചയായിട്ടും വിവാഹിതനാകാതെ സന്നിധി സംഘത്തിന്റെ അംഗമായി തീരുവാനായിട്ട് സാധിക്കില്ല. പൗലോസ് വിവാഹം കഴിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പൗലോസ് ഒരുപക്ഷെ എങ്ങനെയാണ് ഭാര്യ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് തിരുവചനം ഒന്നും പറയുന്നത്. ഒരു പക്ഷെങ്കിൽ മരണത്താലായിരിക്കാം, ഇനി ഒരു പക്ഷെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇതിന് വ്യക്തമായിരിക്കും തെളിവ് നോക്കിയാൽ വേദത്തിൽ കാണത്തില്ല. പൗലോസ് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ, ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഉത്സാഹ പുസ്തകമായിട്ട് കുറെ കൂടെ വിഷയങ്ങൾ ക്ലിയർ ആകും. ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി പറഞ്ഞാൽ നല്ലത്. അപ്പൊ അതിനകത്ത് തീർച്ചയായിട്ടും കാണും. അപ്പം പൗലോസിന്റെ ജീവിതത്തിൽ ഭാര്യ ഒരു പക്ഷെങ്കിൽ തന്നെ ഉപേക്ഷിച്ചു പോയിരിക്കാം എന്ന് ഞാൻ കേട്ടറിവാണ്. ഞാനൊന്നും വായിച്ചിട്ടില്ല, ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ 9-ാം അധ്യായത്തിൽ പൗലോസ് 9-ാം അധ്യായത്തിൽ ഒരു കാര്യം പൗലോസ് 1-9 അധ്യായത്തില് പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. കേഫാവും ശേഷം അപ്പോസ്തലന്മാരും ചെയ്യുന്ന പോലെ ഭാര്യയായ സഹോദരിയുമായിട്ട് ഞങ്ങൾക്ക് അനുവാദമില്ല എന്ന് ചോദിക്കുന്നു. 9-ാം അധ്യായത്തിലാണ് അല്ലെ? 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അപ്പോ ഒരു പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് എന്തോ സംഭവിച്ച് ഈ ഭാര്യ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ പൗലോസ് വിവാഹം കഴിച്ചിരുന്ന ഒരാളാണ്. വിവാഹത്തിന് എതിര് നിൽക്കുവാൻ സാധ്യതയുള്ള ഒരാളാണ്. തന്നെയല്ല, എബ്രായത്തിലെ ഒരു വാക്യം ഉണ്ടല്ലോ. എബ്രായത്തിലെ വാക്യം എന്താ? വിവാഹം എല്ലാവർക്കും മാന്യമാണ്. എബ്രായലേഖനം എഴുതുന്ന പൗലോസ് ആണെന്നാണ് നാം വിചാരിക്കുന്നത്. അപ്പോൾ വിവാഹം എല്ലാവർക്കും മാന്യമാണെന്ന് പൗലോസ് എഴുതിയെങ്കിൽ അതിനർത്ഥം പൗലോസ് വിവാഹത്തിനെതിരല്ല. 1 തിമോഥെയോസിൽ ഒരു വാക്യമുണ്ട്. 1 തിമോഥെയോസ് 4-ാം അധ്യായത്തില് ഈ വിവാഹം വിലക്കുക എന്നുള്ളതിനോട് ബന്ധം പൗലോസ് തന്നെ എഴുതുന്നുണ്ട്. 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ അതിന്റെ 1-2 വാക്യങ്ങൾ, 2-3 വാക്യങ്ങൾ. എന്നാൽ ഭാവികാലത്ത് വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് കോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച പൂജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. വിവാഹം വിലക്കുക എന്ന് പറയുന്നത് സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരുടെ ഒരു ദുരുപദേശമാണ്. അല്ലെങ്കിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ ഭാവി കാലത്തിലെ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ആരെങ്കിലും വിവാഹം വിലക്കുന്നതിന്റെ അർത്ഥം എന്താ? അത് ഭൂതങ്ങളുടെ ഉപദേശമാണ്, ദുരാത്മാവിന്റെ ഉപദേശമാണ്. കാലങ്ങളിൽ അങ്ങനെയുള്ളവരുണ്ട്, നമുക്കറിയാമല്ലോ. ഞാൻ സഭയുടെ പേരോ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. വിവാഹം വിലക്കുന്നവര് സ്വയമേവ അത് ആ മാർഗം സ്വീകരിക്കുന്നുവെങ്കിൽ അതിന് കുഴപ്പമില്ല. അത് പൗലോസ് അതിനെ ഈ 1-7 അധ്യായത്തിൽ അതിനെ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെയല്ലാതെ നിർബന്ധമായിട്ട് വിവാഹം വിലക്കുന്നത് അത് ദുരാത്മാവിന്റെ ഉപദേശമാണ് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസിന്റെ ഈ വാക്യങ്ങൾ മാത്രം എടുത്താൽ വിവാഹത്തിനെതിരാണെന്ന് നമുക്ക് തോന്നും. പക്ഷെങ്കിൽ പൗലോസ് പറയുന്നത് 2-ാം വാക്യത്തില് എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ദുർനടപ്പ് ഉണ്ടാകാതെ ഇരിക്കാനായിട്ടുള്ള ദൈവത്തിന്റെ ഒരു കരുതലായിട്ട് വിവാഹത്തെ ആ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല അതിന്റെ
മത്തായിയുടെ എഴുത്തില് പൗലോസിന്റെ ഈ ആശയത്തോട് ബന്ധിക്കുന്ന ഒരു വാക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സ്വർഗരാജ്യം ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുണ്ട്. അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെട്ടവർ ആണെങ്കിൽ അതിൽ തെറ്റില്ല എന്നുള്ളത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പൗലോസും അത് പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 7:2 നാം വായിച്ചത് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തരും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. വിവാഹിതരോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ നാം ഇന്ന് കേവലം അതിന് പുറമെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം കാണുകയാണ്. വിവാഹത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ ഇതിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്, ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഈ ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവ് എന്ന് പറഞ്ഞാൽ എത്ര ഭർത്താവ് എത്ര ഭാര്യയും ഒരാളെ കാണും അല്ലെ? ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഓരോരുത്തരും സ്വന്തം ഭാര്യയും അതുപോലെ ഏക ഭാര്യത്വം എന്നുള്ളതായിരിക്കുന്ന ആശയം പഴയ കാലത്ത് നമുക്ക് ബഹുഭാര്യത്വം നിലനിന്നിരുന്നതായിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രഹാമിനും ശലോമോനാണെങ്കിൽ ആയിരക്കണക്കിന് ഭാര്യമാർ വെപ്പാട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു വ്യത്യാസം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഈ അധ്യായത്തിന്റെ തന്നെ അവസാന വാക്യത്തിലേക്ക് ഒരു 39-ാമത്തെ വാക്യത്തിൽ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചു പോയാൽ തനിക്ക് മനസ്സുള്ളവരുമായി വിവാഹം കഴിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തനിക്ക് മനസ്സുള്ള വേറൊരാളുമായിട്ട് വിവാഹം കഴിക്കാനായിട്ട് പാടില്ല. അതല്ലേ അർത്ഥം? ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം 39-ാമത്തെ വാക്യം, ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചു പോയാൽ തനിക്ക് മനസ്സുള്ളവരുമായി വിവാഹം കഴിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന് ബഹുഭാര്യത്വം എന്നുള്ള ആശയം നിയമവിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തരും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഏകഭാര്യത്വം എന്നുള്ളതായിരിക്കുന്ന ആശയം പൗലോസിലൂടെ പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 7:3 വേറൊരു കാര്യത്തോട് പറഞ്ഞിരിക്കുന്നത്, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. അന്യോന്യമുള്ളതായിരിക്കുന്ന കടപ്പാടുകൾ എല്ലാ കാര്യങ്ങളിലും നിർവഹിക്കാൻ തക്കവണ്ണം ഭാര്യയും ഭർത്താവും കടംപെട്ടിരിക്കുന്നവരാണ് എന്ന് ആ വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും. 3-ാമത്തെ വിഷയം അതിന്റെ 4-ാമത്തെ വാക്യത്തിലുണ്ട്, ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് അത്ര അധികാരമുള്ളത്, അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് എത്ര അധികാരം. ഏക ശരീരമാണ്, അങ്ങനെയല്ല വായിക്കുന്നത്. ഭാര്യയും ഭർത്താവും ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏക ശരീരസ്ഥരായിട്ട് തീരുന്നു. എന്നാൽ അതേസമയം തന്നെ വേറെ നിലയിൽ അവർ 2 ശരീരങ്ങളായിട്ടാണ് വസിക്കുന്നത്. താത്വികമായിട്ട് ഏക ശരീരമെങ്കിലും ഭൗതികമായിട്ട് നാം കാണുമ്പോൾ 2 ശരീരങ്ങളാണ്. ഇവിടെ നാം വായിക്കുമ്പോൾ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് എത്ര അധികാരം, ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിന് എത്ര അധികാരം. ഇതാണ് 2-ാമത്തെ വിഷയം. 3-ാമത്തെ കാര്യം മൂന്നാമത്തെ വിഷയമാണത്. ഒന്ന്, ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തരും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്നത് ഏക ഭാര്യത്വം. 2-ാമത്തെ വിഷയം, വിവാഹ ബന്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം കടംപെട്ടിരിക്കുന്നു. 3-ാമത്തെ കാര്യം, ഭർത്താവിന്റെ ശരീരത്തിൽ ഭാര്യയ്ക്കും ഭാര്യയുടെ ശരീരത്തിൽ ഭർത്താവിനുമാണ് അധികാരം. 7-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ 4-ാമത്തെ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. എന്താ? പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കുന്നു. കഴിയുന്നിടത്തോളം ഒന്നിച്ച് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനൊരു ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഹൗവ പാപം ചെയ്തപ്പോൾ അവിടെ നമുക്ക് ആദമിനെ കാണാനായിട്ട് പ്രാരംഭ സമയത്ത് കാണുന്നില്ല. 30 ദിവസം നാം വായിക്കുമ്പോൾ ഹൗവയുടെ സമീപത്തേക്ക് പിശാച് അല്ലെങ്കിൽ പാമ്പ് വരുമ്പോൾ അവിടെ ആദ്യത്തെ സംസാരമല്ല ആരുമായിട്ടാണ്, ഹൗവയുമായിട്ടാണ് അല്ലെ. പിന്നീടാണ് അവളുടെ ആദമിന് പഴം പറിച്ചു കൊടുക്കുന്നതായിട്ടൊക്കെ നാം കാണുന്നത്. ആദമും ഈ സർപ്പവുമായിട്ടുള്ള സംസാരമേ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഭർത്താവും ഭാര്യയും വേർപിരിക്കുന്നത്, ഇവിടെ വേർപിരിഞ്ഞിരിക്കുന്നത് നമ്മുടെ വായിക്കുന്ന പോലെ പരസ്പര സമ്മതത്തോടുകൂടെ ആയിരിക്കണം. പരസ്പര സമ്മതത്തോടുകൂടെ ആയിരിക്കണം. ഈ പരസ്പര സമ്മതം ഉണ്ടാകണമെങ്കിൽ അന്യോന്യമുള്ളതായിരിക്കുന്ന ഐക്യത വളരെ ആവശ്യമാണ്. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരു സമയത്തേക്ക്, അല്പസമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപിരിക്കരുത്. അതിനോട് ചേർത്ത് പറയുകയാണ്, നിങ്ങളുടെ അതിതേന്ദ്രിത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നു. ഭർത്താവും ഭാര്യയും തമ്മിലുള്ളതായിരിക്കുന്ന അകലം, അത് മാനസികമായിക്കൊള്ളട്ടെ ശാരീരികമായിക്കൊള്ളട്ടെ, എന്തിലേക്ക് നയിക്കും? പിശാചിന്റെ പരീക്ഷയിലേക്ക് നയിക്കും. ആ പ്രത്യേകാല് ഓർത്തിരിക്കണം. പരസ്പര സമ്മതത്തോടല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അതിതേന്ദ്രിത്വം നിമിത്തം
സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കും. മാനസികമായിരിക്കുന്ന ഐക്യതയും ശാരീരികമായിരിക്കുന്ന ഐക്യതയും ഒരേപോലെ ഇല്ല എങ്കിൽ പലപ്പോഴും സാത്താൻ പരീക്ഷിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. അടുത്തത് വേറൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണ്. വിവാഹത്തോട് ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 7-ന്റെ 10-ാമത്തെ വാക്യം. വിവാഹം കഴിക്കാത്തവരോട് ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. ഭാര്യ ഭർത്താവിന് വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവോട് നിറഞ്ഞുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയുമരുത്. ഇക്കാലങ്ങളിൽ നമുക്ക് വളരെയധികമായിട്ട് കാണുന്ന ഒന്നാണ് വിവാഹമോചനം എന്നത്. വിവാഹ ബന്ധത്തിന് യാതൊരു വിലയും കൊടുക്കാതെ ഇത് സമയങ്ങൾ മുൻപോട്ട് പോകും തോറും ഇതിന്റെ എണ്ണം കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ ഇടയിൽ അധികം ഇല്ലാതിരുന്ന ഒരു കാര്യം ഈ നാളുകളിൽ അധികമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 5 കാര്യങ്ങളാണ് നാം ഇവിടെ ചിന്തിച്ചത്. ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഏക ഭാര്യത്വം അല്ലെങ്കിൽ ഏക പങ്കാളി എന്നുള്ളതായിരിക്കുന്ന വിഷയം. രണ്ടാമതായിട്ട് അന്യോന്യം കടംപെട്ടിരിക്കുന്നു വിവാഹ ബന്ധത്തില്. 3, വിവാഹ ബന്ധത്തിൽ ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിനും ഭർത്താവിന്റെ മേൽ ഭാര്യയ്ക്കും അധികാരം. വചനാടിസ്ഥാനത്തിൽ ഏക ശരീരമായിരിക്കുന്നവർ അന്യോന്യം ഒരാളുടെ ശരീരത്തിന് മറ്റൊരാൾക്കാണ് അധികാരം. 4-ാമത്തെ കാര്യം അവിടെ നാം കണ്ടത് കഴിയുന്നിടത്തോളം എപ്പോഴും ചേർന്നിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ചേർന്നിരിക്കുന്നില്ല എങ്കിൽ അത് മാനസികമായും ശാരീരികമായും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സാത്താന്റെ പരീക്ഷയെ നേരിടുവാനായിട്ട് ഇടയായിട്ട്. ഇവിടെ അവസാനമായിട്ട് നാം കണ്ടത് അതിന്റെ 10-ാമത്തെ വാക്യത്തിലാണ്. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം? വിവാഹം ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ ആൾക്കാർ എന്നുള്ളതായിരിക്കുന്ന പണ്ഡിതന്മാരായിരിക്കുന്നവർ ഇത് പൗലോസിന്റെ ഇതിനകത്ത് എവിടത്തെ പറഞ്ഞിട്ടുണ്ട്? കർത്താവല്ല. 11-ാമത്തെ വാക്യം എന്താ പറയുന്നത്? എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറഞ്ഞിരുന്നു. 10-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് വിവാഹം കഴിഞ്ഞവരോട് ഞാനല്ല. ഇതൊക്കെ വായിച്ചാൽ നമുക്കൊന്നും പെട്ടെന്ന് പിടികിട്ടത്തില്ല. ഞാനല്ല കർത്താവാണ് കൽപ്പിച്ചിരിക്കുന്നത്. 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കർത്താവല്ല ഞാനാണ് പറയുന്നത്. ഇവര് തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത പോലെ തോന്നുന്നു. പക്ഷെങ്കില് അതിന്റെ വിശദീകരണമുണ്ട്. ദൈവത്തിൽ ഞാൻ അടുത്ത വിഷയത്തിലേക്ക് വരാം. കർത്താവ് വിവാഹത്തെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതാ? കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത് എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ കാര്യം കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷെ പൗലോസിൽ കൂടെ കർത്താവോട് പറയുകയാണ്. അപ്പോൾ ഈ അധ്യായം പലപ്പോഴും ഇത് ദൈവത്തിന്റെ വചനം ദൈവവിശ്വാസ്യമാണെന്നുള്ളതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ ഉപയോഗിക്കുന്ന കാര്യമാണ്. അത് ഈ ആശയങ്ങള് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. കർത്താവ് വിവാഹത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? മത്തായി 5-ാം അധ്യായത്തില് 19-ാം അധ്യായത്തില് ഒക്കെ ദൈവത്തിന്റെ അടുത്ത വിഷയത്തിലേക്ക് വരാം. അവിടെയൊക്കെ കർത്താവ് വിവാഹത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഭാഗം ഓർത്തുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് വിവാഹം കഴിഞ്ഞവരോട് ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കും. കർത്താവാണ് വിവാഹമോചനത്തെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന ധാരണ കൊടുത്തിരിക്കുന്നത്. വിവാഹമോചനം എന്നുള്ള വിഷയം കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നത്. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികയോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരിക ഭർത്താവോട് നിരന്നുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത്. കർത്താവ് പറയാത്ത ഒരു കാര്യമാണ് പൗലോസിൽ കൂടെ ഇവിടെ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്. ഒരു സഹോദരൻ അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവരോടുകൂടെ പാർക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. ഇത് കർത്താവ് പറഞ്ഞിട്ടില്ല. ഇത് ഒരു പ്രത്യേക സാഹചര്യമാണ്. കൊരിന്തില് ഇന്ന് വിശ്വാസികൾ തമ്മിൽ നമ്മോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നുണ്ട്. വ്യക്തമായിരിക്കുന്ന ദൈവവചനത്തിന്റെ ഉപദേശം ഇണയില്ലാവണ കൂടാനായിട്ട് പാടില്ല നമ്മോടുള്ള ബന്ധത്തിൽ. എന്നാൽ അക്കാലത്ത് കൊരിന്ത്യയിൽ നിന്ന് വിശ്വാസികൾ മുൻപോട്ട് വന്നപ്പോൾ ഒരു കുടുംബത്തിലുള്ള 2 പേരും വിശ്വാസികളായിരുന്നില്ല. ഒരാൾ രക്ഷിക്കപ്പെട്ടു വന്നു. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്. കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്. ഒരു സഹോദരന് അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവരോടുകൂടെ പാർക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുതെന്നാണ്. എന്നാൽ വിവാഹം കഴിച്ചു, പിന്നീട് ഒരാൾ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ മറ്റേ ആള് രക്ഷിക്കപ്പെടാത്ത ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആത്മീയത്തിന്റെ കൂടുതൽ പ്രകടനം കാണിക്കാൻ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കാം. പൗലോസ് പറഞ്ഞ് അങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. ഏത് കണ്ടീഷനില്ല? അവൾ അവനോടുകൂടെ പാർക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ
അവിടെ ഉപേക്ഷിക്കരുത്. 13-ാമത്തെ വാക്യത്തിൽ അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ മാത്രമേ കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഒരു കാലഘട്ടവുമായിട്ട് നമ്മുടെ വിശ്വാസികളായിരിക്കുന്ന പൊതുവെയുള്ള ഒരു സമൂഹത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ വാക്യങ്ങൾ കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇക്കാലത്തും ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ രക്ഷിക്കപ്പെടുന്നില്ല എങ്കിലും അവളെ ഉപേക്ഷിക്കരുത് എന്നുള്ളത് ആണ് പൗലോസ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശം. ഇതെല്ലാം പൗലോസിന് ലഭിച്ചതെല്ലാം എവിടുന്നാണ് ലഭിച്ചത്? പൗലോസിലൂടെ എന്റെ അഭിപ്രായമാണ് എന്ന് പറയുമ്പോഴും കർത്താവ് പറഞ്ഞിട്ടില്ല ഞാനാ പറയുന്നത് പറയുമ്പോഴും ഇതെല്ലാം ലഭിച്ചത് എവിടുന്നാണ്? ഇതെല്ലാം കർത്താവിൽ നിന്നാണ് ലഭിച്ചത്. അതുകൊണ്ട് 11-ാം അധ്യായത്തിൽ കർത്താവിനോടുള്ള ബന്ധം പൗലോസ് പറയുന്നത് എന്താണ്? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും. ഇത് ആ വിഷയം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും 2-12-ാം അധ്യായത്തിൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ ദൂതനെ അയച്ചിരിക്കുന്നെന്ന് പൗലോസ് പറയുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും ലേഖനങ്ങൾ എഴുതിയ പൗലോസിന് ഈ വെളിപ്പാടുകളെല്ലാം ലഭിച്ചത് ദൈവത്തിൽ നിന്നാണ്. ഒരധ്യായം പോലും വേദപുസ്തകത്തിലെ ഒരു വാക്യം പോലും പൗലോസിന്റെ സ്വന്തം അഭിപ്രായം എന്നുള്ള നിലയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ദൈവശ്വാസിയമല്ലാത്ത എല്ലാ തിരുവെഴുത്തും പൗലോസ് പറയുന്നുണ്ട്. എല്ലാ തിരുവെഴുത്തും എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസിയമായി ആ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ശാസ്ത്രീകരണത്തിനും ശാസ്ത്രയ്ക്കും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും വകയുള്ളതാണ് അപ്പോൾ പൗലോസ് പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സംശയം ഉളവാക്കത്തക്ക നിലയിൽ ചില വാക്കുകൾ മാത്രം എടുത്താൽ അങ്ങനെ തോന്നാമെങ്കിലും നമ്മൊരു കാര്യം ഓർക്കണം, വേദപുസ്തകത്തിലെ എല്ലാ വാക്യങ്ങളും ഒരു വാക്ക് പോലും ഇതിനകത്ത് ദൈവശ്വാസ്യമില്ല അല്ലാത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഈ വാക്യം പലപ്പോഴും സംശയത്തിനിടയാക്കുന്നതാണ്. വിവാഹം കഴിഞ്ഞവരോട് ഞാനല്ല കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്, ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത് എന്ന് പറയുമ്പോൾ പൗലോസിന്റെ അഭിപ്രായം അല്ലത്. ദൈവാത്മാവ് പൗലോസിൽ കൂടെ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന അഭിപ്രായങ്ങളാണ്. അത് ദൈവശ്വാസ്യമാണ്. വിവാഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിലും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കും. അനേക വിഷയങ്ങൾ ഈ 7-ാം അധ്യായത്തിലുണ്ട്. വായിച്ച് മനസ്സിലാക്കാൻ അല്പം പ്രയാസമായിട്ടാണ് എനിക്ക് തോന്നിയത്. ദൈവം നമ്മെ സഹായിക്കേണ്ട വരും ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നാം വാഴ്ത്തപ്പെടും.